2006 BJPക്ക് വെറും 2499 വോട്ട് മാത്രം കിട്ടിയ മണ്ഡലം 2011 അല്പം ഉയർന്നു 7508. 2016 പക്ഷേ വി മുരളീധരൻ വന്നപ്പോൾ ചിത്രം മാറി. അന്ന് 7347 വോട്ടിന് കടകംപള്ളി സുരേന്ദ്രൻ ജയിച്ചെങ്കിലും രണ്ടാം സ്ഥാനത്ത് വന്ന വി മുരളീധരൻ നേടിയത് 42732 വോട്ട്. AK ആന്റണി വരെ ജയിച്ച മണ്ഡലത്തിൽ പിന്നീട് അങ്ങോട്ട് കോൺഗ്രസ് എന്നും മൂന്നാം സ്ഥാനത്തായി. 2021 ശോഭാ സുരേന്ദ്രൻ പിടിച്ചത് 40193 വോട്ട്. ഇതാ 2026 വീണ്ടും കടകംപള്ളിയും വി മുരളീധരനും നേർക്കുനേർ. കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി ശരത്ചന്ദ്ര പ്രസാദിന് കാര്യമായി ഒന്നും ചെയ്യാനില്ല. മുരളീധരനോ കടകംപള്ളിയോ അതുമാത്രമാണ് ചോദ്യം. ഉത്തരം പറയാൻ പക്ഷേ ബുദ്ധിമുട്ടാണ്. മണ്ഡലം പിടിച്ചേ അടങ്ങൂ എന്ന വാശിയിൽ വർഷങ്ങളായി മുരളീധരൻ കഴക്കൂട്ടത്തുണ്ട്. കടകംപള്ളിയാകട്ടെ കോട്ട കെട്ടി കഴക്കൂട്ടത്തിന് കാവലാണ്. ആ കോട്ട ഇക്കുറി മുരളീധരൻ തകർക്കുമോ? 2021 കടകംപള്ളിക്ക് കിട്ടിയ ഭൂരിപക്ഷം 23497. അത് മറികടക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആടിയുലഞ്ഞ കടകംപള്ളിയെ പിടിച്ചുകെട്ടാൻ മുരളീധരന് കഴിഞ്ഞാൽ കഴക്കൂട്ടം ചരിത്രമാകും. എഴുതി വെച്ചോളൂ, താമര വിരിയിക്കുമെന്ന് BJP നേതൃത്വം ഉറപ്പിച്ചു പറയുന്ന മണ്ഡലങ്ങളിൽ ഒന്നിന്റെ പേര് കഴക്കൂട്ടം എന്നാണ്. കാത്തിരിക്കാം.